നല്ല പതയുള്ള ലിക്വിഡാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്, നമ്മൾ പാത്രമൊക്കെ കഴുകാൻ കടകളിൽ നിന്ന് വിമ്മ് അതല്ലെങ്കിൽ ഫെയറി ഒക്കെ വാങ്ങലുണ്ടല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് വീട്ടിൽ തന്നെ നല്ല ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ ഒരു കിറ്റ് വാങ്ങാൻ കിട്ടും. ആ കിറ്റാണ് ഇത്. അപ്പോൾ ഇത് കെമിക്കൽ ഷോപ്പുകളിലാണ് ഉണ്ടാവുക. ഈ സോപ്പിൻ്റെ കിറ്റ്, അതുപോലെ തന്നെ ഡിറ്റർജൻറ്റ് കിറ്റുകൾ, ഇതൊക്കെ വാങ്ങാൻ കിട്ടുന്ന സ്ഥലമാണ്. അവിടെ ഉണ്ടാവും ഈ ലിക്വിഡിൻ്റെ കിറ്റും ഉണ്ടാവും. അപ്പോൾ ഈ കിറ്റിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിലൊരു സ്ലറി ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ ഇതിൻ്റെ ഒരു ലെറ്റർ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഫില്ലർ എ, ഫില്ലർ ബി, ഫില്ലർ സി, അങ്ങനെ ഇതിലെഴുതിയിട്ടുണ്ട്. ഇത് ഫില്ലർ എ ആണ്, കാസ്റ്റിക് സോഡ. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കിറ്റ് വെച്ചിട്ട് 3 ലിറ്റർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 3 പാത്രം വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബക്കറ്റിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫില്ലർ എ എന്നെഴുതിയ ഈ കാസ്റ്റിക് സോഡ, ഇതൊരു കല്ലുപ്പ് പോലെയുള്ള സാധനമാണ്, ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ കാസ്റ്റിക് സോഡ ആ വെള്ളത്തിലൊന്ന് മിക്സായി കിട്ടണം. അപ്പോൾ കണ്ടില്ലേ, ഇത് മിക്സായപ്പോൾ ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാകും. അപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ട് വേണം ബാക്കിയുള്ള പണികൾ ചെയ്യാൻ. പിന്നെ ഞാൻ വേറൊരു ബക്കറ്റിലേക്ക് ഫില്ലർ ബി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് 1 ലിറ്റർ വെള്ളമാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഫില്ലർ ബി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഫില്ലർ ബിയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 ലിറ്റർ വെള്ളത്തിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഈ ഫില്ലർ ബി ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി മൂന്നാമത് ഒരു ബക്കറ്റ് കൂടെ വേണം. അപ്പോൾ ഞാൻ ആദ്യം കലക്കിയ ഈ കാസ്റ്റിക് സോഡ വേറൊരു ബക്കറ്റിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. അത് ഞാനിതിൻ്റെ കളറ് കാണാനും വേണ്ടിയിട്ടാണ് ഈ ബക്കറ്റിലേക്ക് ആക്കുന്നത്. മറ്റേത് ഇതിൻ്റെ കളറൊരു ചെറിയൊരു ബ്രൗൺ കളർ പോലെയല്ലേ. അപ്പോൾ ഈ ചുവന്ന ബക്കറ്റിലാവുമ്പോൾ അതിൻ്റെ കളർ ശരിക്കും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കാസ്റ്റിക് സോഡയുടെ ആ വെള്ളം മറ്റേ ബക്കറ്റിലേക്ക് മാറ്റിയത്. ഇനി ഞാൻ ഈ ബക്കറ്റിലേക്ക് ഇതിലുള്ള ഈ വെള്ളം പോലെയുള്ള ആ ദ്രാവകം, സ്ലറി, അതൊഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കലക്കി വെച്ച ആ കാസ്റ്റിക് സോഡയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ ബക്കറ്റിൽ ഫില്ലർ ബി കലക്കി വെച്ചത് അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇനി ഈ 3 മിക്സും കൂടെ ഒന്നിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇത് കട്ടിയായി വരും. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച ഈ ബ്രൗൺ കളർ സ്ലറി ഉണ്ടല്ലോ, അത് 250 മില്ലിയാണ് കേട്ടോ. ബാക്കി 750 മില്ലി വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഈ കളറിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കളറ് ഞാനൊരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള 750 മില്ലി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഈ കളറ് അതിലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതും കൂടെ മറ്റേ ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ കളറ് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കളറ് മിക്സാക്കിയ വെള്ളം മറ്റേ ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കിട്ടുന്ന സ്ഥലത്ത് ഇതൊന്നും വെക്കരുത്. ഇനിയിപ്പോൾ ഈ കളറിൻ്റെ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ദാ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് സ്മെല്ല് കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിലുള്ള ഈ ചെറിയ ബോട്ടിലാണ് പെർഫ്യൂം ഉള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ കിറ്റ് വാങ്ങിയിട്ടുള്ളത് 160 രൂപക്കാണ്. അതുകൊണ്ട് 3 ലിറ്റർ ഡിഷ് വാഷാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കട്ടിയുള്ള നല്ല പതയുള്ള ഡിഷ് വാഷ് ഇതുപോലെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾക്കത്
ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാൻ പറ്റുക. അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാൻ ഈ വിമ്മിൻ്റെ കുപ്പി 750 മില്ലിയാണിത്. ഇതിന് 199 രൂപക്കാണ് വാങ്ങിയത്. ആ സ്ഥാനത്ത് നമ്മൾ 160 രൂപക്കാണ് 3 ലിറ്റർ ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത്രക്ക് ലാഭമാണ് ഇതുണ്ടാക്കി വെക്കുകയാണെങ്കിൽ. നല്ല പതണ്ട്, അതേപോലെ തന്നെ നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇനി പാത്രം കഴുകിയിട്ടൊന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞാനിതിപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലുള്ള ബോട്ടിലാക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുകൊണ്ട് ഞാനൊന്ന് പാത്രം കഴുകി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സ്റ്റീൽ പാത്രം എടുത്തിട്ടുള്ളത് ഇത് എത്രത്തോളം പതം ഉണ്ടെന്ന് കാണിക്കാനാണ്. വെള്ള പ്ലേറ്റൊക്കെ ആണെങ്കിൽ അതിൽ ആ പതം മനസ്സിലാവില്ല. അപ്പോൾ ഞാനൊരു സ്പോഞ്ച് വെച്ചിട്ട് ഇതിൽ കുറച്ച് ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇത് വെള്ളമാകുമ്പോൾ കണ്ടില്ലേ നല്ല പതമുണ്ട്. അതേപോലെ തന്നെ നല്ല കട്ടിയുള്ള ലിക്വിഡാണ്. പിന്നെ അത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും അത്ര പ്രയാസമൊന്നുമില്ല, കുറേ സമയമൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറേ പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്.